സൗഖ്യദാനം. ഒരു ശാന്തമായ സൗകര്യപ്രദമായ ഇടത്ത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞ് നട്ടെല്ല് നിവർത്തി ശാന്തമായി ധ്യാനപൂർവം ഇരിക്കാം. അല്പനേരം കണ്ണ് തുറന്നു വെച്ച് തന്നെ ശ്വാസത്തെ ശ്രദ്ധിക്കാം. ഇനി കൈകൾ രണ്ടും കുറച്ചു തവണ കൂട്ടിത്തിരുമാം. വലം കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇടം കൈവെള്ളയിൽ മധ്യത്തിൽ ശക്തമായി അമർത്താം. ഇടം കൈയുടെ തള്ളവിരൽ കൊണ്ട് വലം കൈവെള്ളയുടെ മധ്യത്തിലും ശക്തമായി അമർത്താം. ഇനി ഇടം കൈ ആകാശത്തിനഭിമുഖമായി മടിയിൽ മലർത്തി വയ്ക്കാം. ഇടം കൈയിലേക്ക് ആകാശത്തു നിന്നും ഒരു സ്പർശനാനുഭൂതി വന്നു ചേരുന്നത് സങ്കൽപ്പിക്കാം. വലം കൈ ഭൂമിക്ക് അഭിമുഖമായി മടിയിൽ കമഴ്ത്തി വയ്ക്കാം. വലം കൈയിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു സ്പർശനാനുഭൂതി പുറപ്പെടുന്നതും സങ്കൽപ്പിക്കാം. തുടർന്നും അല്പനേരം കണ്ണ് തുറന്നു വെച്ച് തന്നെ ശ്വാസത്തെ ശ്രദ്ധിക്കാം. ഇനി നാം ഇരിക്കുന്ന പരിസരത്തിന് ചുറ്റും താഴെയും മുകളിലുമൊക്കെയായി ഒന്ന് കണ്ണോടിക്കാം. ആ കാഴ്ചകളെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതിയെ കണ്ണുകൾ അടയ്ക്കാം. കണ്ണടയുമ്പോൾ പരിസരത്തുണ്ടായിരുന്ന കാഴ്ചകളെ ഓർത്തെടുക്കാം. അവയോടൊപ്പമുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിക്കാം. പതിയെ നമ്മുടെ ശ്വാസത്തിന്റെ ശബ്ദത്തെ ശ്രദ്ധിക്കാം. നാസികയിലൂടെ കടന്നു വരുന്ന വായുവിന്റെ ഗന്ധം ശ്രദ്ധിക്കാം. പതിയെ ചുണ്ടുകൾ തുറന്ന് നാവ് പല്ലിന് പിറകിൽ വയ്ക്കാം. പല്ലുകൾക്കിടയിലൂടെ വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് വായുവിന്റെ രുചി അനുഭവിക്കാം. പതിയെ നാക്ക് മുകളിലേക്ക് മടക്കി വയ്ക്കാം. ചുണ്ടുകളെയും നാക്കിനെയും സ്പർശിച്ച് തരിപ്പിച്ച് കടന്നു പോകുന്ന വായുവിനെ ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരത്തെ ചുറ്റി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വായുവിന്റെ സ്പർശത്തെ ശ്രദ്ധിക്കാം. പതിയെ നമ്മെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പിടത്തെ ശ്രദ്ധിക്കാം.
അതുവഴി നമ്മുടെ ഭാരം ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നത് ശ്രദ്ധിക്കാം. അതിലൂടെ പഞ്ചഗുരുത്വങ്ങളിലേക്ക് പടർന്നു കിടക്കുന്ന നമ്മുടെ വേരുകളെ ശ്രദ്ധിക്കാം. മാതൃപരമ്പരയിലൂടെ, പിതൃപരമ്പരയിലൂടെ, ജൈവ പരമ്പരയിലൂടെ, ഗുരുപരമ്പരയിലൂടെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഗുരുത്വത്തിലേക്ക് നമ്മെ ബന്ധിപ്പിച്ചു നിർത്തിപ്പിക്കാം. ഓരോ ശ്വാസമെടുക്കുമ്പോഴും ഭൂമിയിലേക്ക് നമ്മെ ഉറപ്പിക്കുന്ന വേരുകളിലേക്ക് ഗുരുത്വമുറപ്പിക്കാം. ഇനി ഗുരുത്വമുറപ്പിക്കുന്നതിലൂടെ നമുക്കിന്നോളം കൈവന്നിട്ടുള്ള എല്ലാ വിശിഷ്ടതകൾക്കും നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. എനിക്കൊപ്പം പറയുക. പ്രപഞ്ചബോധത്തോട് നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. നമ്മുടെ ആത്മബോധത്തോട് നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. നമുക്ക് ചുറ്റുമുള്ള സർവചരാചരങ്ങൾക്കും നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. നമ്മിലേക്ക് സൗഖ്യം ചൊരിഞ്ഞ് നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന നിയതിക്ക് നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. നമുക്ക് പ്രതിസന്ധികൾ തന്ന് നമ്മെ ശക്തിപ്പെടുത്തി പക്വപ്പെടുത്തുന്ന നിയതിക്ക് നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. നമ്മെ നമ്മുടെ ആധാരങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്ന പഞ്ചഗുരുത്വങ്ങൾക്കും നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. നമുക്കൊപ്പം ഇതേ കാലത്തോ ദേശത്തോ ദിശയിലോ ഭാവത്തിലോ സൗഖ്യദാനം നടത്തുവാൻ കൈകോർക്കുന്ന എല്ലാ ബോധമനസ്സുകൾക്കും നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. ഈ ശമനാർത്ഥനയ്ക്ക് പശ്ചാത്തലമാകുന്ന ഒളിമ്പസിന് നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. ഈ ഒരു ശമനാർത്ഥനയ്ക്ക് കാരണമായ എല്ലാ സൗഖ്യാർത്ഥികൾക്കും നന്ദി പറയാം. നന്ദി, നന്മ, ഒളിമ്പ. ഇനി നമുക്ക് ചൈതന്യത്തെ സംഭരിച്ചു തുടങ്ങാം. പതിയെ പരിസരത്തു നിന്നും നമ്മുടെ ശ്രദ്ധ സ്വന്തം ശ്വാസത്തിലേക്കും ശരീരത്തിലേക്കും കൊണ്ടുവരാം. ശ്വാസത്തിലൂടെ പ്രാണനുള്ളിലേക്ക് പ്രവഹിക്കുന്നത് ശ്രദ്ധിക്കാം. ഓരോ ശ്വാസത്തിലും നാം പ്രപഞ്ച ചൈതന്യത്താൽ നിറയപ്പെടുന്നത് അനുഭവിക്കാം. ഓരോ ശ്വാസത്തിലും നമ്മുടെ ഊന ചൈതന്യം അഥവാ നെഗറ്റീവ് ഊർജം നമ്മിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അനുഭവിക്കാം. ഓരോ തവണ ശ്വസിക്കുമ്പോഴും പ്രാണനുള്ളിലെങ്ങും നിറയ്ക്കുന്ന ഊർജപ്രസരണം അനുഭവിക്കാം. പതിയെ നമുക്കൊപ്പം ഇതേ കാലത്തോ ദേശത്തോ ദിശയിലോ ഭാവത്തിലോ സൗഖ്യദാനം നടത്തുന്ന എല്ലാ ബോധങ്ങളോടും ഇഴചേരുന്നത് അനുഭവിക്കാം. നാം എല്ലാവരും ചേർന്ന് സൗഖ്യദാനത്തിന്റെ ഒരു മഹാബോധ ചൈതന്യമാകുന്നത് അനുഭവിക്കാം. നാം എല്ലാവരും ചേർന്ന് ഒരു മഹാപ്രകാശമായി നിറഞ്ഞു നിൽക്കുന്നത് അനുഭവിക്കാം. ഇനി നാം സൗഖ്യദാനത്തിന് തയ്യാറാകാം. സൗഖ്യദാനത്തിനായി പ്രപഞ്ച ഊർജത്തെ സ്വീകരിച്ച് നമ്മിലൂടെ കടത്തിവിട്ട് ഊർജം ആവശ്യമുള്ളിടങ്ങളിലേക്ക് ചൊരിയാൻ തയ്യാറാകാം. സൗഖ്യദാനത്തിനായി നമ്മെ തയ്യാറാക്കുന്നതിന് പ്രപഞ്ചത്തോടും പ്രകൃതിയോടും ഗുരുപരമ്പരയോടും നന്ദി പറയാം.
സൗഖ്യദാനത്തിനായി നമ്മുടെ ഗുരുപരമ്പരയിലെ എല്ലാ ഗുരുക്കന്മാരോടും അനുഗ്രഹം വാങ്ങാം. ഇനി ഒന്നനങ്ങി ഇരിപ്പിടവും കാലും ഭൂമിയോട് ഉറപ്പിച്ച് ഗുരുത്വബന്ധം ഉറപ്പിക്കാം. അതിനുശേഷം പ്രപഞ്ചത്തിന്റെ അനുഗ്രഹവും ചൈതന്യവും സ്വീകരിക്കുവാനായി ഇടത് കൈ തോളുവരെ ഉയർത്തി പിറകോട്ട് തിരിച്ച് ആകാശത്തിന് അഭിമുഖമായി മലർത്തി വയ്ക്കാം. ഇനി അനുഗ്രഹം പ്രദാനം ചെയ്യുവാനായി വലത് കൈ നെഞ്ചുവരെ ഉയർത്തി മുന്നോട്ട് അഭിമുഖമായി വയ്ക്കാം. അതിനുശേഷം പാദം മുതൽ ശ്രദ്ധിച്ചു തുടങ്ങി പതിയെ മുകളിലോട്ട് ചലിച്ച് ഓരോരോ ചക്രങ്ങളിലൂടെയും മുകളിലോട്ട് കടന്നു ചെന്ന് സഹസ്രാരം വഴി അനന്തമായൊരു പ്രപഞ്ച ബിന്ദുവിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാം. അവിടെ പ്രപഞ്ച തേജസ് ഒരു മഹാപ്രകാശഗോളമായി തെളിഞ്ഞു വരുന്നത് ഭാവനയിൽ കാണാം. അതിൽ നിന്നും പ്രപഞ്ച ചൈതന്യത്തെ നമ്മിലേക്ക് പതിയെ സ്വീകരിക്കാൻ തുടങ്ങാം. പ്രപഞ്ച ചൈതന്യത്തെ സ്വീകരിക്കുവാനുള്ള ഒരു ശൂന്യ സ്ഥലം നമ്മിൽ രൂപീകരിക്കാം. പ്രാണശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതിലൂടെ നമ്മുടെ നെഞ്ചും ഉദരവും വികസിപ്പിക്കാം. മുകളിൽ മഹാജ്യോതിയായി നിൽക്കുന്ന പ്രപഞ്ച തേജസ്സിൽ നിന്നും പ്രകാശരശ്മികൾ ഓരോന്നായി ഒഴുകി നമ്മിലേക്ക് വന്നു തുടങ്ങുന്നത് മനസ്സിൽ കാണാം. ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും മുകളിൽ നിന്നും വരുന്ന പ്രകാശത്തെ നമ്മിലെ ശൂന്യ ആകാശത്തിലേക്ക് വലിച്ചെടുത്ത് ആഗിരണം ചെയ്യാം. പ്രപഞ്ച തേജസ്സിൽ നിന്നുമുള്ള പ്രകാശരശ്മികൾ ഒരു ധാരയായി രൂപപ്പെടുത്തുന്നത് അനുഭവിക്കാം. ആ ധാരയിലൂടെ പ്രപഞ്ച ചൈതന്യം നമ്മിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ച ചൈതന്യം നമ്മിൽ നിറയുകയാണ്. അത് നമ്മുടെ ഹൃദയത്തെ പ്രകാശമാനമാക്കുകയാണ്. ആ പ്രകാശം ഒരു ഗോളമായി വികസിച്ചു വലുതായി നമുക്ക് ചുറ്റും നിറഞ്ഞു പൊതിയുകയാണ്. നമ്മെ പൊതിയുകയാണ്, പൊതിയുകയാണ്, പൊതിയുകയാണ്. ഇപ്പോൾ നാം ആ പ്രകാശഗോളത്തിന് അകത്ത് സുരക്ഷിതരാണ്. നാം സുരക്ഷിതരാണ്, സുരക്ഷിതരാണ്, സുരക്ഷിതരാണ്. നമ്മുടെ ഓരോ ശ്വാസത്തിലൂടെയും പ്രപഞ്ച ചൈതന്യം നമ്മിൽ നിറഞ്ഞു വരികയാണ്. ശ്വാസത്തിന്റെ ഓരോ നിറവിലും നമ്മിലെ എല്ലാ ഊനവിന്യാസങ്ങളും നെഗറ്റീവ് ഊർജങ്ങളും നമ്മെ വിട്ടു പോവുകയാണ്. അവ നമ്മുടെ സുരക്ഷാഗോളത്തെ വിട്ടൊഴിഞ്ഞ് പുറത്തേക്ക് പോകുവാൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്. ഈ സുരക്ഷാഗോളത്തിന്റെ കണ്ണാടി ചുമരിലൂടെ നമ്മിലെ എല്ലാ ഊർജവും പുറത്തേക്ക് പോയി നാം ശുഭീകരിക്കപ്പെടുകയാണ്.
ഇപ്പോൾ നാം ശുഭമായിരിക്കുന്നു. നമ്മിൽ പ്രപഞ്ച ചൈതന്യം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മിൽ ഊർജപ്രകാശം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാം നിറയുകയാണ്. നാം നിറയുകയാണ്. നാം നിറഞ്ഞു കവിയുകയാണ്. നമ്മിലെ ഊർജപ്രകാശം പുറത്തേക്ക് വ്യാപിക്കത്തക്കവണ്ണം സമാഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വലതു കൈത്തലം ഊർജപ്രകാശത്താൽ നിറഞ്ഞതാകുന്നു. വലം കൈകൾ പ്രപഞ്ച ചൈതന്യത്തിന്റെ ചാലകമാകുന്നു. ഇനി നാം സൗഖ്യം ആവശ്യമായി വരുന്നവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരാം. അവരുടെ ജീവന്റെ മണ്ഡലത്തെ മനസ്സിൽ സങ്കല്പിക്കാം. ഈ ജീവൽ മണ്ഡലത്തെ നാം അറിയുന്നു. നാം അറിയുന്നു. നാം അറിയുന്നു. നമ്മുടെ വലം കൈയിലൂടെ നിറഞ്ഞൊഴുകുന്ന ഊർജപ്രകാശത്താൽ ആ ജീവൽ മണ്ഡലത്തെ പതിയെ സ്പർശിക്കാം. വലം കൈകൾ പതിയെ ചലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഊർജപ്രകാശം കൊണ്ട് ഈ ജീവൽ മണ്ഡലത്തെ പതുക്കെ ഒഴിയാം. ഒഴിഞ്ഞൊഴിഞ്ഞ് ഈ ജീവൽ മണ്ഡലത്തെ പതിയെ ക്രമപ്പെടുത്താം. നാം പ്രപഞ്ച ചൈതന്യത്തെ ഈ ജീവൽ മണ്ഡലത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ശരീരത്തിലേക്ക് ഊർജപ്രകാശം പ്രവഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും അത് സ്വീകരിക്കപ്പെടുന്നു. ഈ ശരീരത്തിലെ എല്ലാ കലകളിലും കോശങ്ങളിലും ഊർജപ്രകാശം എത്തി നിറയുന്നു. ഓരോ നിറവിലും ഈ ശരീരത്തിലെ ഊനവിന്യാസങ്ങളെയും നെഗറ്റീവ് പാറ്റേണുകളെയും അശുഭ ഊർജങ്ങളെയും വെളിയിലേക്ക് തള്ളി ശുഭീകരിക്കുന്നു. അങ്ങനെ പുറന്തള്ളപ്പെടുന്ന എല്ലാ ഊനവിന്യാസങ്ങളും ഊർജങ്ങളും ഒരു ഇരുണ്ട മേഘമായി ഈ ശരീരത്തിൽ നിന്നും ഒഴുകി വേർപെട്ട് ഈ ശരീരം നിലകൊള്ളുന്ന ഇടത്തെ മണ്ണിലേക്ക് വിലയം പ്രാപിക്കുന്നു. ഇപ്പോൾ ഈ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ശുചിയാകുന്നു. 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 ഇപ്പോൾ ഈ ശരീരത്തിലെ എല്ലാ കോശങ്ങളും പ്രകാശമാനമായി തെളിഞ്ഞു വരുന്നു. തെളിഞ്ഞു വരുന്നു. ഈ ശരീരം സൗഖ്യമാകുന്നു. 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 ഇനി ഈ ശരീരത്തിൽ നിറയുന്ന ഊർജപ്രകാശം വികസിച്ച് ഒരു പ്രകാശഗോളമായി ഈ ശരീരത്തെ പൊതിയുന്നതായി സങ്കല്പിക്കാം. ഈ സുരക്ഷാകവചം ശരീരത്തിന് പുറമേ നിന്നുള്ള അനാവശ്യമായ വിന്യാസങ്ങളെയും ഊർജങ്ങളെയും നിരന്തരമായി തടയുന്നതായി സങ്കല്പിക്കാം. അതിനെ
പ്രപഞ്ച ചൈതന്യത്തിന്റെ കൈകളിലേക്ക് സമർപ്പിക്കാം. പ്രപഞ്ച പ്രകൃതി ദ്വന്ദ്ം നമ്മുടെ എല്ലാം തീവ്രമായ ഇച്ഛയാൽ ഈ ശരീരത്തിന്റെ പൂർണ്ണ സൗഖ്യത്തിന് കാരണമാകുന്നു. ഇതിനായി നമ്മെ ഇത്ര നേരം സഹായിച്ച എല്ലാ പ്രകൃതി സംവിധാനങ്ങളോടും നന്ദി പറയാം. നന്ദി, നന്ദി, നന്ദി. അതിനായി ഊർജത്തെ പ്രദാനം ചെയ്ത പ്രപഞ്ചമേ നന്ദി. നന്മ ഒളിമ്പ. ഈ ശമന സത്സംഗത്തിന്റെ ഭാഗമായ എല്ലാ ബോധങ്ങൾക്കും നന്ദി, നന്മ ഒളിമ്പ. പതിയെ കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണും മുഖവും നെറ്റിയും ചെവിയും തടവി ശരീരത്തേക്കെല്ലാം തടവി പാദം വരെ കൊണ്ടുപോവുക. പതിയെ